ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ ജീവിത കൃപകൾ നിറയുവാൻ, പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളായ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവരുടെ ഈ ഒരു അധ്യയന വർഷം അനുഗ്രഹമായി തീരുവാൻ, മക്കളുടെ പഠന മേഖല അനുഗ്രഹമാകുവാൻ, പരീക്ഷകൾ ഉന്നത വിജയം, ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾ നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടുവാനായി, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനായി, അതിനുള്ള സാമ്പത്തിക മേഖല ഒരുക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, വിവാഹത്തിലേക്ക് കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മക്കളുടെ ഭാവി ജീവിതം ഏതെല്ലാം കാര്യങ്ങളാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ഈ രാത്രിയിൽ കർത്താവിന് വലിയ കൃപ നിറയുവാൻ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം 46 അധ്യായം 1 വചനം. നൂനിന്റെ പുത്രൻ ജോഷുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശ പിൻഗാമിയുമായി ജോഷുവയെ കാണുന്നു. നമ്മളുടെ ജീവിതത്തിൽ മക്കൾ എല്ലാ കാര്യങ്ങളിലും കൃപയുള്ളവരായി, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും സർവ്വമേഖലകളിലും കൃപയുള്ളവരായി തീരുവാൻ, ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും കൃപയുള്ള ജീവിതം നയിക്കുവാൻ, ഉത്തരം പറയുവാനായി നമ്മുടെ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി നമ്മുടെ മക്കൾ മാറുവാനായി, അവർ ഏത് കാര്യത്തിലും ജ്ഞാനമുള്ളവരായി, ബോധ്യമുള്ളവരായി, വിവേകത്തോടെ സംസാരിക്കുവാൻ, വിവേകത്തോടെ ജീവിക്കുവാൻ, കൃപാവരങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജോഷുവയെ പോലെ കർത്താവിന് പ്രിയപ്പെട്ട മക്കളായി, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അവരുടെ ഈ ഒരു വർഷം അനുഗ്രഹമായി തീരട്ടെ. ഇനിയുള്ള അവരുടെ കാൽവെപ്പുകൾ, ഈ ദിവസങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഈ മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ജോഷുവയെ പോലെ ഞങ്ങളുടെ മക്കളും സ്വന്തം ജനത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പോരാടുവാനും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ധീരതയും ശക്തിയും നേതൃത്വവാസനയും നേടി കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തി കൃപയുടെ ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.